കൂടുതലും കുഞ്ഞി പിള്ളേരൊക്കെ ഓടി വരുന്നത് ബിഗ് ബോസിന് ശേഷമാണ്. അത് ചേട്ടൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്. ടമാർ പടാറിന് മുന്നേ ആൾക്കാർ കൊല്ലം സുധി അറിയാം. പക്ഷെ ടമാർ പടാറിന് ശേഷം കുഞ്ഞി പിള്ളേർ വരെ സുധിച്ചേട്ട എന്ന് പറഞ്ഞ് ഓടി വരുന്ന ഞാൻ കേട്ടിട്ടുള്ള ആളുടെ വായിൽ നിന്ന് വർത്തമാനം ഞാൻ കേട്ടിട്ടുള്ളതാണ്. അങ്ങനെ പറയുന്നത് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെയാണ് ബിഗ് ബോസിന് മുന്നേ ആൾക്കാർ രേണുസുധി അറിയാം, സുധിച്ചേട്ടൻ്റെ വൈഫിനെ അറിയാം. ബിഗ് ബോസിന് ശേഷം കുഞ്ഞി പിള്ളേർ ഓടി വന്ന് രേണു ചേച്ചി എന്ന് പറയുന്നത് ബിഗ് ബോസിന് ശേഷം. സ്റ്റാർഡം ആയി കഴിഞ്ഞാൽ ഒരു പ്രൈവസി നഷ്ടമായെന്ന് തോന്നുന്നുണ്ടോ? പ്രൈവസി ഒരു പരിധി വരെ നഷ്ടമാണല്ലോ. എങ്കിപ്പോ ഒരു അങ്ങനെ പറയാനും പറ്റത്തില്ല. എന്നാൽ ഒരു സ്ഥലങ്ങളിൽ അതിന് പ്രൈവസി അല്ല. എനിക്ക് ഞാൻ എവിടെ പോയാലും സ്റ്റാറ്റസ് ഇടും. ഇന്നോടത്ത് പോവാ, എവിടെ പോവാ അല്ലേ. എനിക്ക് എൻ്റേതായിട്ടുള്ള ഞാൻ സീക്രട്ടോ കാര്യങ്ങളൊന്നും ഒളിച്ചു വെക്കുന്ന ആളല്ലെന്ന് തോന്നി. ഞാൻ എവിടെ പോയാലും നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഉള്ളവർ ഇതിനകത്തുള്ളവർക്ക് അറിയാം. ഞാൻ ഉറങ്ങുന്നോടെ വരെ സമയം വരെ സ്റ്റാറ്റസ് ഇട്ടിട്ടാണ് ഞാൻ ഉറങ്ങുന്നത്. അത് അതെ അതെ. ക്രഷ് അടിച്ച ആരെങ്കിലും എന്തോ ഉണ്ട് ഉള്ളിന്റെ ഉള്ളിൽ. ഉണ്ട് മൗനം സമ്മതം. അനുരാഗത്തിന്റെ പൂക്കൾ ഉള്ളിൽ വിരിയുന്നുണ്ട്. വിരിഞ്ഞ് കഴിഞ്ഞു. മുഹബത്തിന്റെ ആണോ നമുക്ക് 2 വർഷം കഴിഞ്ഞ് അറിയാം. അപ്പൊ ഉറപ്പിച്ച് ഒരുപാട് അർത്ഥങ്ങളുണ്ടല്ലോ 2 വാക്കിനും. മതം മാറുമല്ലേ? മതം മാറുമോന്നോ? എന്റെ ദൈവം അടുത്ത പറഞ്ഞ മിണ്ടരുത്. ഞാൻ വെറുതെ പറഞ്ഞതാ. എന്റെ ദൈവം എന്റെ മതം മാറ്റരുത്. എന്റെ പൊന്നു കുഞ്ഞുങ്ങളെ.